അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ശിവരാത്രി ആഘോഷങ്ങൾ കാണാനാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ ഒരുപാട് നിവാസമൊക്കെ കാണാൻ വേണ്ടി പറ്റും, ആഘോഷങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം. കൾച്ചറും ട്രഡീഷനും ഫോളോ ചെയ്യുന്നതിൽ ഒട്ടും മടിയില്ലാത്ത രാജ്യമാണ് കേട്ടോ മൗറീഷ്യസ് എന്ന് പറയുന്നത്. ഇവിടെ ആഘോഷിക്കാത്ത ആഘോഷങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. തൈപ്പൂയവും ശിവരാത്രിയും ഗണേശ് ചതുർത്ഥി അതുപോലെ പെരുന്നാളും ക്രിസ്മസും ന്യൂ ഇയറും അങ്ങനെ എല്ലാ ആഘോഷങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്ന ഗംഗാതള അമ്പലത്തിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിയിലൂടെയൊക്കെ ഇതുപോലെ കുറേ ആളുകൾ നമുക്ക് ഫുഡും അതുപോലെ ചായയും അങ്ങനെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം തരും കേട്ടോ. ഈ കൊടുക്കുന്നത് ഇവിടുത്തെ പിൽഗ്രിമേജ് ആയി പോകുന്ന ആളുകൾക്ക് മാത്രമല്ല കേട്ടോ, റോഡിലൂടെ പോകുന്ന എല്ലാവർക്കും ഇതിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അധികം ബ്ലോക്കിൽ പെടണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ വേറൊരു വഴിയിലൂടെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നല്ല ബ്ലോക്കാണ്. ബ്ലോക്കിൽ കിടക്കുമ്പോഴും നമുക്കിതാ അടുത്ത് കൂടെ കുറേ കൺവാൾസ് മൂവ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം 45 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ട് ഞങ്ങളിതാ ഗംഗാതളയിൽ എത്തിട്ടോ. പക്ഷെ ഇവിടെ നല്ല തിരക്കാണ്, പോരാത്തതിന് ബ്ലോക്കും. അതിലും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കയറി പോകാൻ വേണ്ടി പറ്റില്ല കേട്ടോ. വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് സാരം. പകരം നമുക്ക് നടന്നു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ബസ് ഉണ്ട്, അതിൽ പോവുകയോ ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും കാറുകൾ പാർക്ക് ചെയ്യുകയും കൂടെ ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാരണം ഒരു തരത്തിലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അരമണിക്കൂർ ഞങ്ങൾ ആ ബ്ലോക്കിൽ പെട്ടു കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഈ ഭാഗത്ത്. ഇപ്പം നമ്മൾ അമ്പലത്തിൽ കയറാണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കാരണം ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഇതുവഴി പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് നമ്മൾ വന്ന വഴിയിലൂടെ തിരിച്ചിറങ്ങി തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് ശിവരാത്രിക്ക് ഇനി 2 ദിവസം ഉണ്ടല്ലോ, അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വരാമെന്ന് വിചാരിച്ചു. അത്രയും ബ്ലോക്കാണ്. അപ്പോൾ ഇന്നത്തെ ശിവരാത്രി വിശേഷങ്ങൾ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. പക്ഷേ നാളെ ഞാൻ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും. അപ്പോൾ നാളെ കാണാം.